ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തോന്നൂർക്കര, തോട്ടേക്കോട്, ചീപ്പാറ, പങ്ങാരപ്പള്ളി എന്നിവിടങ്ങളിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പാവങ്ങൾക്കുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ CPM വാർഡുകളിൽ മുൻഗണന നൽകിയ നടപടി പിൻവലിക്കുക, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകൾക്ക് പണം അനുവദിക്കുക, PMAY പ്രകാരമുള്ള വീടുകൾക്ക് പണം അനുവദിക്കുക, വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, തെരുവു വിളക്കുകൾ, ഹൈമാസ് ലൈറ്റുകൾ കത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധ ധർണ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ചത്. അപ്പോൾ 9 മെമ്പർമാര് സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാൽ തയ്യാറാക്കിയ പദ്ധതികൾ ജനങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും മെച്ചപ്പെട്ട ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഭൂപ്രദേശത്തിൻ്റെയും പാരിസ്ഥിതികമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് തന്നെ കൈമാറി, ജനങ്ങൾ നൽകിയ അധികാരം ജനങ്ങൾക്ക് തന്നെ കൈമാറി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് രാജ്. 91 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യം, അദ്ദേഹം നൽകിയ വാഗ്ദാനം തന്നെയാണ്. ഈ 91 നടന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിന് അധികാരം തരികയാണെങ്കിൽ, എനിക്ക് അധികാരം തരികയാണെങ്കിൽ, നിങ്ങൾ കോൺഗ്രസിന് നൽകിയ എനിക്ക് നൽകിയ അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകും എന്നായിരുന്നു 91 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി കൊണ്ട് ശ്രീ നരസിംഹറാവു രാജ്യത്ത് നടപ്പിലാക്കിയത്. പക്ഷെ എന്താണ് ഇന്നത്തെ സ്ഥിതി? 30 വർഷം പിന്നിട്ടപ്പോഴും എന്താണ് സ്ഥിതി? ഇവിടെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഓരോ ഗ്രാമപ്രദേശത്തിന് ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നത് ജനങ്ങളാണ്. എപ്പോഴും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തീട്ടൂരമനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു സംവിധാനമായി നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് നിയമസഭാ വേദികളേക്കാൾ കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്വേഷപരമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങളെ ഒന്നായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. ഒന്ന് പരിശോധിച്ച് നോക്കണം. 13ാം വാർഡും അതുപോലെ തന്നെ 21ാം വാർഡിന്റെ ഇടയിൽ കിടക്കുന്ന 14ാം വാർഡ്, ആ 14ാം വാർഡിൽ കൊടുത്ത വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതേമാതിരിയുള്ള ജനങ്ങളല്ലേ, പാവപ്പെട്ടവരല്ലേ ഈ ചേലക്കരയിലും അതുപോലെ തന്നെ 13ാം വാർഡിലും ഉള്ളത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? 5ാം വാർഡിലും 2ാം വാർഡിലും 3ാം വാർഡിലും എന്താണ് ജനങ്ങളെ തിരിച്ച് നിങ്ങൾ കാണുന്നത്? തരം തിരിച്ചു കാണുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഈ പ്രദേശത്ത് ഒരു റോഡ്, തോന്നൂർക്കര തോട്ടേക്കോട് റോഡ്, അതുപോലെ തന്നെ ചീപ്പാറ പങ്ങാരപ്പള്ളി റോഡ്, അതുപോലെ തന്നെ അഷ്റഫിന്റെ 4ാം വാർഡ് റോഡ്, മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നും തന്നെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും സ്ഥിരമായി ആയുർവേദ ആശുപത്രിയിൽ പോയി തട്ടിലിന് ഒഴിയേണ്ട ഒരു അവസ്ഥയാണ്. നടക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രാക്കൊക്കെ നിങ്ങൾ ഓരോ ദിവസവും ഈ ഭരണസമിതി മേടിച്ചു വെക്കുക. പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വാർഡ് മെമ്പർമാരായ A. അസനാർ, PC മണികണ്ഠൻ,
ടി.എ. കേശവൻകുട്ടി, എ.കെ. അഷ്റഫ്, സതീഷ് മുല്ലയ്ക്കൽ, വി.കെ. നിർമ്മല, ഗീത ഉണ്ണികൃഷ്ണൻ, സുമതി മൊടായിക്കൽ, കോൺഗ്രസ് നേതാക്കളായ പ്രദീപ് നമ്പ്യാത്ത്, കെ. സത്യൻ, ടി. ഗിരിജൻ, അജിത് താന്നിക്കൽ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ്, ചേലക്കര.